ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു ദിവസത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ഇന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമ്യായുടെ പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനം. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ വിളിക്കുന്നവർക്ക്, കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്നവർക്ക്, കർത്താവിൻ്റെ മുന്നിൽ എല്ലാ വിഷമങ്ങളും ഇറക്കി വയ്ക്കുന്നവർക്ക് എന്ത് മറുപടി ലഭിക്കുമെന്ന് തിരുവചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നു. നമ്മുടെ എല്ലാവരുടെയും ബുദ്ധിക്കതീതമായ, നമ്മളെല്ലാവരും വളരെ സ്മാർട്ടാണെന്നാണ് ചിന്തിക്കുന്നത്. എനിക്കെല്ലാം അറിയാമെന്നാണ് ചിന്തിക്കുന്നത്. എനിക്കെല്ലാത്തിനും കഴിവുണ്ടെന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ ദൈവം പറയുകയാണ്, നിൻ്റെ ബുദ്ധിക്കതീതമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. അതെത്ര നിഗൂഢമായതാണെങ്കിൽ പോലും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന്. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, നമ്മൾക്ക് എന്തുണ്ടെന്ന് അഹങ്കരിക്കാതെ നമ്മൾ എപ്പോഴും ദൈവത്തെ വിളിക്കുന്നവരും ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നവരും ആയിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ, നിങ്ങൾ ചിന്തിക്കുന്നതിന് അങ്ങേപ്പുറം ദൈവമായ കർത്താവ് നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്, നിങ്ങൾക്കത് വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നത് കാണുവാൻ സാധിക്കും. അതിന് ദൈവം നിങ്ങളെ ഇന്ന് ഈ നിമിഷം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുവാനും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും കർത്താവ് തീരുമാനമെടുക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.